ഇത് ഇങ്ങനെ ക്യാമറ പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിങ്ങനെ തൂക്കിയിട്ടു. എന്നിട്ട് എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഇനി ഒരു ലൈറ്റ് മേക്കപ്പ് കൂടി ചെയ്ത ഫ്രഷായി. കിളികളുടെ കളകളാരവം, കളകളം പൊഴിക്കുന്ന കിളികൾ, എന്തൊക്കെയോ അവസ്ഥ. ജസ്റ്റ് മുഖം ഒന്ന് വാഷ് ചെയ്തപ്പോണ്ടല്ലോ എന്താ ആശ്വാസം. റോട്ടിൽ നിന്നിട്ടാണ് ഈ കസർത്ത് കണ്ടോ വണ്ടി പോണുണ്ടോ. എൻ്റെ ബാക്ക് സൈഡ് പള്ളി കണ്ട, ആൾക്കാർ പോണുണ്ടോ. ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്നുണ്ടോ, നടപ്പാതയാണ്, നടപ്പാത. ഒരു ലൈറ്റ് മേക്കപ്പ് ചെയ്തിട്ട് ഒന്ന് ഫ്രഷ് മൂഡാവട്ടെ. ഉറക്കമൊക്കെ ബസ്സിലിരുന്ന് ഇത്തിരി നേരം ഉറങ്ങി, അത് മാത്രമേ ഉള്ളൂ. അത് വലിയ കാര്യമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റിയില്ല. ആരും റോട്ടിലൊന്നും ഇത്ര പരസ്യമായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. എൻ്റെ ബാക്കിലൊരു ഓട്ടോ കണ്ട. ആരും റോട്ടിൽ നിന്ന് ലൈറ്റ് മേക്കപ്പ് ഉള്ളൂ, നമുക്ക് കൂടുതലില്ല. ഇതാണ് നമ്മുടെ വേളാങ്കണ്ണിയിലെ മേക്കപ്പ്. പുരികം കുറവായതുകൊണ്ട് ഞാൻ പുരികം മാത്രമേ എപ്പോഴും എഴുതാറുണ്ട്. പുരികം കുറവായതുകൊണ്ട് ഇതിനകത്ത് ഇല്ല, തീർന്നു. പുരികം മാത്രം ഒന്ന് ജസ്റ്റ് വരയ്ക്കാറുണ്ട്. ആളുകൾ ഇതെന്താണ് പരിപാടി എന്ന് അറിയില്ലല്ലോ. പുരുകില്ല, ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. പക്ഷെ പണ്ടൊക്കെ ഞാൻ എനിക്ക് കയ്യുമ്മയും കാലുമ്മയും തലയിലൊക്കെ ഉള്ള മുടി കുറച്ച് പുരുകത്ത് വന്നെങ്കിൽ എന്നിങ്ങനെ ആലോചിച്ച സംഭവങ്ങളുണ്ട്. മലയാളികളൊക്കെ ഇഷ്ടം പോലെ വരുന്ന സ്ഥലമാണ് കേട്ടോ വേളാങ്കണ്ണി എന്ന് പറയുന്നത്. ഞാൻ വന്ന് ഇറങ്ങിയത് ഒരു 4 മണിയായപ്പോഴാണ്. പിന്നെ 2 മണിക്കൂർ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നു. പബ്ലിക് ടോയ്ലറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ ഒരു 5:30 ആയപ്പോൾ ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് വന്നിട്ട് നേരം വെളുത്ത് വരുന്നു. കിളികളൊക്കെ കളകൂജനങ്ങളൊക്കെ മൊഴിയുന്ന ഒച്ച നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കിളികളൊക്കെ കളകള കൂജനങ്ങൾ, കലപ്പിൻ്റെ ആരവങ്ങളൊക്കെ മുഴക്കുന്ന ഒച്ച. ഇവിടെ കുറേ മരങ്ങളുണ്ട്, ചെറിയ ചെറിയ മരങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കിളികൾ കൂട് കൂട്ടിയിരിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ജസ്റ്റ് നമ്മുടെ ഫ്രഷപ്പായി ലൈറ്റ് മേക്കപ്പ് ഒരു ഫ്രഷ് ഫീല് കൊടുത്തതാണ് കേട്ടോ. മുഖം ഒന്ന് വാഷ് ചെയ്തപ്പോൾ തന്നെ എന്തോ ഒരു ബാധം മുഖത്തുനിന്ന് ഒഴിഞ്ഞു പോയ പോലെ ഒരു മെഴുക്ക് മയം, അതിൻ്റെ കൂടെ പൊടി. ഇത്ര ഒരു ദിവസം ട്രെയിനിലും ബസ്സിലിരുന്ന് യാത്ര ചെയ്ത് വന്നാൽ നമ്മുടെ മുഖം എങ്ങനെ ഡള്ളായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം ഞാൻ ഫ്രഷ് ആയില്ലേ, അതാണ്. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന അതിരസം കഴിച്ചു, ബാക്കി ഉണ്ടായിരുന്ന വെള്ളം കുടിച്ചു, ഫിനിഷായി. രാവിലെ തന്നെ മധുരം. ഇതാണ് നമ്മുടെ മാതാവിനുള്ള വഴിപാട് എന്ന് പറയുന്നത്. 10 മെഴുകുതിരി, ഒരു മുല്ലപ്പൂ. കുടുംബത്തിലെ ഒരു വിധമായ കുഴപ്പം, ഒരു വിധമായ സമാധാനം അമ്മയുടെ മുഖത്തോട് സംബന്ധിച്ചിട്ടുണ്ട്. കണ്ട, എൻ്റെ ബാക്കിൽ കാണുന്നതാണ് പള്ളി, വേളാങ്കണ്ണി പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ
அம்மா இது என்னது? ஒன்று 10 ரூபா. என்னது? புட்டு புட்டு வருமா உருண்டை. ഓ அம்மா ഉഴുന്നുവട ചിന്നത്, പരിപ്പ് വട ചിന്നത്, കുട്ടി കുട്ടി വട. நெட்டில் விடுவீங்களா? ഏ? ആ ആ അപ്പോൾ രാവിലെ 7:30 മണി നേർച്ചകളൊക്കെ തീർന്നു. അപ്പോൾ ഒരു കാപ്പി കുടിക്കാമെന്ന് വെച്ചു. ഇഡ്ഡലി. ഇപ്പം സമയം എന്ന് പറയുന്നത് 10:45. 10:55 കഴിയുമ്പം ഈ വണ്ടി ഇവിടെ നിന്ന് എടുക്കും. ഞാനൊരു ഡെമോയിലാണ് ഏളാങ്കണ്ണിയിൽ നിന്ന് നാഗപട്ടണം വരെ പോകുന്ന ഡെമോയിലാണ് ഞാൻ കയറിയിരിക്കുന്നത്. അപ്പോൾ ആ വണ്ടി നമുക്ക് നാഗപട്ടണത്തു നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് വേറെ വണ്ടി എറണാകുളം പോണ വണ്ടി പിടിക്കണം. കാരയ്ക്കലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എറണാകുളം വരെ പോകുന്ന വണ്ടി 4:30 കഴിയുമ്പോൾ ഉണ്ട്. 5 മണിക്കായിട്ട് കാരയ്ക്കലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നാഗപട്ടണത്ത് എത്തുമ്പോൾ 5 മണി കഴിയുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ വണ്ടിയിൽ കയറിയാലാണ് നമുക്ക് നമ്മുടെ തൃശ്ശൂർ വന്നിറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ കുറച്ച് ചുറ്റി വളഞ്ഞൊക്കെയാണ് പോയത്. പക്ഷെ ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ആണ് വരുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡിലേ സംഭവിക്കുന്നുണ്ട്. കാരണം ട്രെയിൻ നമ്മൾ നോക്കി നിന്ന് ടൈമിങ്ങിനൊക്കെ നമുക്ക് ഏളാങ്കണ്ണിയിൽ നിന്ന് ഈ ഡെമോ നാഗപട്ടണത്തേക്കുള്ളൂ. നേരിട്ട് പിന്നെ വണ്ടി വരുന്നത് 5 മണിക്കോ എന്തോ ആണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നില്ല. നാഗപട്ടണത്ത് ചെന്നിട്ട് ആ ഒരു എറണാകുളം വണ്ടി കയറാമെന്ന് വിചാരിച്ച് പോവാണ്.